മൈ ഡിയർ ഫ്രണ്ട്സ്, എന്റെ പൂജയ്ക്ക് സംബന്ധിക്കാനെത്തിയ പ്രിയപ്പെട്ട എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം അർപ്പിക്കുന്നു. എന്റെ പവനായി ശവമായി എന്ന ചിത്രത്തിന് നിർമ്മാതാക്കളെ കിട്ടില്ലെന്നായിരുന്നു എന്റെ ശത്രുക്കളായ മിത്രങ്ങൾ കരുതിയിരുന്നത്. എന്നാൽ എനിക്കൊരു ഇടിവെട്ട് പ്രൊഡ്യൂസറെ കിട്ടി. ഞാൻ അദ്ദേഹത്തെ വേദിയിലേക്ക് സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. പ്ലീസ് കം. ഡിയർ ഫ്രണ്ട്സ്, കാക്കി കുപ്പായത്തിനുള്ളിൽ വീർപ്പ് മുട്ടുന്ന ഒരു കലാകാരനാണ് ഇദ്ദേഹം. ഒടുവിൽ പോട്ടെ പുല്ലെന്ന് പറഞ്ഞ് കാക്കി വലിച്ചെറിഞ്ഞ് മൂന്നാറിലെ എസ്റ്റേറ്റും വിറ്റ് ഒരു നിർമ്മാതാവിന്റെ മേലങ്കി അണിഞ്ഞു. ഇത് ഒരു കുറ്റാന്വേഷണ ചിത്രമാണ്. അവസാന നിമിഷം വരെ കുറ്റവാളി ആരാണെന്നുള്ള കാര്യം സസ്പെൻസ് ആണ്. എന്റെ പ്രൊഡ്യൂസർ അദ്ദേഹമാണ് ആ വേഷം ചെയ്യുന്നത്, അങ്കമാലി രാമചന്ദ്രൻ. ഞാൻ തന്നെയാണ് നായകൻ. ബഹുമുഖ പ്രതിഭയായ എന്നെ നെഞ്ചത്ത് ചവിട്ടിയാണ് ഇവിടെ പലരും സൂപ്പർ സ്റ്റാർസ് ആയത്. എന്നാൽ അവർക്ക് ആർക്കും കഴിയാത്ത ഒരു കാര്യം, സംവിധാനം. അത് ഞാൻ ചെയ്യുന്നു. 8 ഫൈറ്റ്, 6 സോങ്, പിന്നെ ഇത്തിരി സീനും. ഇനി പൂജ വേറൊന്നും കൊണ്ടല്ല, ബഹുമാന്യനായ പ്രൊഡ്യൂസർ രാമചന്ദ്രൻ സാർ പറഞ്ഞതുകൊണ്ട് നിലവിളക്ക് കൊളുത്താൻ ഞാൻ എന്നെ തന്നെ ക്ഷണിക്കുന്നു. താങ്ക് യു സർ. അല്ല, മനസ്സിലായില്ല. ഞാൻ അങ്ങയുടെ ഒരു ആരാധകനാണ്. എല്ലാവരുടെയും ശ്രദ്ധയ്ക്ക്, എനിക്കിപ്പോഴും ആരാധകരുണ്ട്. ഞാനൊരു സെൽഫി എടുത്തോട്ടെ പ്ലീസ് സർ. നമ്മൾ ഈ കേസിന്റെ പുറകെ തൂങ്ങിയിട്ട് ഇപ്പോൾ ഏകദേശം 8 ദിവസമായി. ഇതുവരെ ഒരു തുമ്പം കണ്ടെത്താൻ നമുക്ക് സാധിച്ചിട്ടില്ല. കുറ്റവാളിയെ കണ്ടുപിടിച്ചില്ലെങ്കിൽ റോഷൻ അറസ്റ്റ് ചെയ്യപ്പെടും. സാഹചര്യ തെളിവുകൾ റോഷനെതിരെയാണ്. റോഷന്റെ പപ്പയുടെ മമ്മയുടെ വെഡിങ് ആനിവേഴ്സറി അല്ലേ നാളെ? അതെ സാർ. അവർ സെപ്പറേറ്റ് ആയിട്ട് ഇപ്പോൾ എത്ര വർഷമായി? 3 വർഷം. നീ അവരെ ഒന്നിപ്പിക്കണം. അഥവാ കേസിൽ റോഷൻ അറസ്റ്റ് ചെയ്യപ്പെട്ടാൽ അവർക്ക് പരസ്പരം പറഞ്ഞ് ആശ്വസിപ്പിക്കാൻ വേറെ ആരുമില്ല. അതുകൊണ്ട് റോഷൻ അവരെ ഒന്നിപ്പിക്കണം. റോഷനെ അത് സാധിക്കും. ശരി സാർ. എടി, ഒരു കാര്യമുണ്ട്. റോഷൻ എന്നോട് സംസാരിച്ചു. ഇന്ന് അവനോടൊപ്പം ഡിന്നറിന് ചെല്ലണമെന്ന് പറഞ്ഞു. ഹോട്ടൽ ഓൾ സീസൺസിൽ. എഡി വരണം, എൻ്റെ ഒരു സന്തോഷത്തിന്. ഞാൻ വരും. റോഷന്റെ എല്ലാ കൂട്ടുകാരും ഉണ്ടാവും. ഹാപ്പി ആനിവേഴ്സറി. താങ്ക് യു. ഹാപ്പി ആനിവേഴ്സറി സാർ. താങ്ക് യു വെരി മച്ച്. സാർ വരും.